മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും ഗൗരവമുള്ള ചോദ്യങ്ങൾ. മുഖ്യമന്ത്രി വൈസ് ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാലയുടെ VCI ചുമതല ഏറ്റെടുത്ത ഡോക്ടർ സിസ തോമസ് ഗൗരവമുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തുകൊണ്ടുവരുന്നത്. ഗവർണറുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് VC. ഏതായാലും VC ഡോക്ടർ സിസ തോമസ് അതിശക്തമായി തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വമ്പൻ ഹോട്ടലിലെ കാപ്പിയും ബിരിയാണിയും വരെ 4 കോടിയുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് തട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു. അന്തം വിട്ട് VC ഗവർണർക്ക് പരാതി, അതിവേഗ നടപടികൾ. ഏതായാലും CPM-ഉം വൈസ് ചാൻസലറായ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ സർക്കാരും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരുമെന്ന് വ്യക്തം. വമ്പൻ ഹോട്ടലിലെ കാപ്പിയും ബിരിയാണിയും വരെ പ്രോജക്റ്റ് ബിൽ 4 കോടിയോളം രൂപ തട്ടിക്കൂട്ടിൽ അന്തം വിട്ടിരിക്കുകയാണ് കേരള VC. സിസ തോമസ് അതിശക്തമായി തന്നെ ഗവർണറെ കാര്യങ്ങൾ ബോധിപ്പിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങൾ തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഒരുക്കിയവർക്ക് 8ന്റെ പണി എന്ന് വ്യക്തം. ഡിജിറ്റൽ സർവകലാശാലയിൽ പല പദ്ധതികൾക്കുമായി കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ അനുവദിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ദൂർത്തടിക്കുന്നത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് കേരളം. വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള അധികൃതരും അന്തം വിട്ടിരിക്കുകയാണ്. പദ്ധതി നടത്തിപ്പിൽ പങ്കാളിയായ സ്വകാര്യ കമ്പനിക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഗവർണർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. വൻകിട ഹോട്ടലുകളിൽ നിന്നും ദിവസവും കാപ്പി കുടിച്ചതിൻ്റെയും ബിരിയാണി കഴിച്ചതിൻ്റെയും ബില്ലുകൾ ഉൾപ്പെടുത്തിയാണ് ഡിജിറ്റൽ പ്രോജക്റ്റുകളുടെ പേരിൽ VCക്ക് സമർപ്പിച്ചിരിക്കുന്നത്. പ്രോജക്റ്റ് എന്ന പേരിൽ എങ്ങനെയാണ് ഈ ബില്ലുകൾ പാസാക്കി വിടുന്നതെന്നറിയാതെ പകച്ചുപോയെന്നാണ് അധികൃതർ പറയുന്നത്. ബില്ലില്ലാതെ പണം നൽകാൻ കഴിയില്ലെന്ന് അധികൃതർ കടുംപിടുത്തം പിടിച്ചതോടെ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ബില്ലുകളാണെന്ന സംശയവുമുണ്ട്. മുഖ്യമന്ത്രി വൈസ് ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാലയുടെ VCI ഡോക്ടർ സിസ തോമസ് ചുമതല ഏറ്റെടുത്തതോടെയാണ് സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. കാലാകാലങ്ങളായി സർവകലാശാലയിൽ കൃത്യമായ ഓഡിറ്റിംഗ് നടത്താറില്ലെന്നും അടിയന്തരമായി ഓഡിറ്റിംഗ് വേണമെന്നും VC റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. അധ്യാപകർ സ്വന്തം പേരിൽ കമ്പനികൾ ഉണ്ടാക്കി പ്രോജക്റ്റുകളും മറ്റും നേടിയെടുത്ത പണം ഉണ്ടാക്കുന്നതായും VC ചൂണ്ടിക്കാട്ടുന്നു. തട്ടിപ്പാണെന്ന് പ്രഥമദൃഷ്ടി അറിയാൻ കഴിയുന്ന കോടികളുടെ ബില്ലുകൾ പാസാക്കി വിടുന്നത് ഒടുവിൽ ബാധ്യതയാകുമെന്ന തിരിച്ചറിവിലാണ് സാങ്കേതിക സർവകലാശാല VCയും കേരള സർവകലാശാല VCയുടെ താൽക്കാലിക ചുമതലയുമുള്ള ഡോക്ടർ സിസ തോമസ് ക്രമക്കേടുകൾ സംബന്ധിച്ച് ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് റിപ്പോർട്ട് നൽകിയത്. സർവകലാശാലയിൽ സമഗ്രമായ ഓഡിറ്റ് വേണമെന്നാണ് VC ആവശ്യപ്പെട്ടിരിക്കുന്നത്. VCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ ക്രമക്കേടുകൾ സംബന്ധിച്ച് പോലീസ് അന്വേഷണത്തിന് DGPക്കും ഓഡിറ്റിന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് 3,94,00,000 രൂപയുടെ ബിൽ വന്നപ്പോഴാണ് അധികൃതർക്ക് സംശയമുണ്ടായത്. പ്രോജക്റ്റുമായി ഒരു ബന്ധവുമില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ബില്ലിലുള്ളത്. ആഹാരത്തിൻ്റെയും യാത്രയുടെയും ബില്ലുകളായിരുന്നു കൂടുതലും. ഓരോ ബില്ലും പരിശോധിച്ച് അറിയിക്കാൻ ഫിനാൻസ് വിഭാഗത്തോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ അതിന് തയ്യാറാകാതിരുന്നതോടെ VC ധർമ്മസങ്കടത്തിലാവുകയായിരുന്നു. തുടർന്ന് ഓഡിറ്റിംഗിന് വിടാൻ തീരുമാനിച്ചു. പലതവണ ഓഡിറ്റിംഗ് ആവശ്യപ്പെട്ടെങ്കിലും ഉണ്ടായില്ല. ഇതിനിടെയാണ് ഗവർണർ തനിക്ക് ലഭിച്ച പരാതികൾ സംബന്ധിച്ച് VCയോട് റിപ്പോർട്ട് തേടിയത്. പാസാക്കി നൽകാൻ കഴിയാത്ത കോടികളുടെ ബില്ലുകളാണ് പരിഗണനയ്ക്ക് എത്തുന്നതെന്നും അത്യാവശ്യമായി ഓഡിറ്റിംഗ് വേണമെന്നും കാട്ടി VC ഗവർണർക്ക് റിപ്പോർട്ട് നൽകി. ഒരു ഉത്തരവാദിത്വവുമില്ലാതെ കോടികളുടെ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് സർവകലാശാലയിൽ തുടരുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം അനുവദിച്ച 95 കോടിയോളം രൂപയുടെ ഫണ്ട് സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രതിസന്ധി ഉടലെടുത്തത്. ഡിജിറ്റൽ സർവകലാശാലയാണ് ഫണ്ട് കൈപ്പറ്റി സ്വകാര്യ കമ്പനിക്ക് നൽകേണ്ടത്. പണം എന്തിനാണ് ചെലവഴിച്ചതെന്ന ബില്ലുകൾ ഹാജരാക്കാതെ ഫണ്ട് കൈമാറാൻ കഴിയില്ലെന്ന VC നിലപാടെടുത്തു. ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് ഹാജരാക്കാമെന്നും പണം നൽകണമെന്നും സ്വകാര്യ കമ്പനി ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ അംഗീകരിച്ചില്ല. പണം പ്രോജക്റ്റിന് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചതെന്ന് അറിയാതെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ കഴിയില്ലെന്ന് VC വ്യക്തമായി പറഞ്ഞു. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ ഒപ്പിട്ട് VC അംഗീകരിക്കുകയാണ് വേണ്ടത്. എന്നാൽ രജിസ്ട്രാറും ഫിനാൻസ് വിഭാഗവും കൈമലർത്തിയതോടെ കൃത്യമായ പരിശോധനയില്ലാതെ കോടികളുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് VCയും അറിയിക്കുകയായിരുന്നു. മറ്റ് സർവകലാശാലകളിൽ നടക്കുന്നത് പോലെ ഓഡിറ്റിംഗ് നടത്താതിരിക്കുന്നതാണ് ക്രമക്കേടുകൾക്ക് കാരണമെന്നാണ് VC ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഡിജിറ്റൽ സയൻസ് പാർക്കിനായി സർവകലാശാല പാട്ടത്തിനെടുത്ത് കോടികൾ മുടക്കി വികസിപ്പിച്ച കെട്ടിടം സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർക്ക് താമസിക്കാൻ നൽകിയതും റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ച ഗ്രഫീൻ പദ്ധതിയിൽ പങ്കാളിയാക്കിയ സ്വകാര്യ സ്ഥാപനം ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയ ശേഷമാണ് രൂപീകരിക്കപ്പെട്ടതെന്നും ആക്ഷേപമുണ്ട്. ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കും മുൻപ് ഈ സ്ഥാപനത്തിന് തുക കൈമാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കരാറുകളിൽ സ്വകാര്യ സ്ഥാപനത്തിന് അനുകൂലമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ വകുപ്പും സംസ്ഥാന സർക്കാരും ചേർന്ന്
ഗ്രഫീൻ അറോറ എന്ന പദ്ധതിക്കായി 94 കോടിയിലധികം രൂപയാണ് അനുവദിച്ചത്. കേന്ദ്രം 37 കോടിയിലധികവും സംസ്ഥാനം 47 കോടിയിലധികവും സ്വകാര്യ സംരംഭകരിൽ നിന്ന് 10 കോടി രൂപയും പദ്ധതിക്കായി സമാഹരിക്കാനായിരുന്നു തീരുമാനം. ഇതിന്റെ ഭാഗമായി 2024-2025 വർഷത്തിൽ പദ്ധതിക്കായി കേന്ദ്ര ഇലക്ട്രോണിക്സ് വകുപ്പ് ഡിജിറ്റൽ മന്ത്രാലയം വഴി അനുവദിച്ച 4 കോടിയോളം രൂപ ചെലവഴിക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ് VC ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അവിടം കൊണ്ടും തീർന്നില്ല. രജിസ്ട്രാർ ക്യാമ്പസിൽ കയറരുതെന്ന് VC. SFI പ്രതിഷേധത്തിനെതിരെ DGPക്ക് പരാതി. കേരള സർവകലാശാല വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച അധിക ചുമതലയുള്ള VC ഡോക്ടർ സിസ തോമസ്. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഓഫീസിൽ കയറരുതെന്നും ഔദ്യോഗിക ചുമതലകൾ വഹിക്കരുതെന്നും കാട്ടി VC നോട്ടീസ് നൽകി. വിലക്ക് ലംഘിച്ചാൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും നോട്ടീസിൽ പറയുന്നു. അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരുകയാണെന്നും VC ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഡോക്ടർ സിസ തോമസിന്റെ അധിക ചുമതല കഴിഞ്ഞ ദിവസത്തോടെ അവസാനിച്ചു. റഷ്യൻ യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സർവകലാശാലയിലെത്തി VCയുടെ ചുമതല ഏറ്റെടുക്കും. സർവകലാശാല ആസ്ഥാനം കയ്യേറി SFI പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനെതിരെ DGPക്ക് VC പരാതി നൽകി. പ്രക്ഷോഭത്തിൽ സർവകലാശാലയ്ക്ക് കടുത്ത നാശനഷ്ടം ഉണ്ടായെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം പോലീസ് നോക്കി നിൽക്കെ ഏതാണ്ട് 1.5 മണിക്കൂറോളം സർവകലാശാല ആസ്ഥാനം SFI പ്രവർത്തകർ കൈയടക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ 27 പേരെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഗവർണർ പങ്കെടുത്ത ചടങ്ങിലെ ഭാരതാംബ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട രജിസ്ട്രാറെ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ സസ്പെൻഡ് ചെയ്തിരുന്നു. തുടർന്ന് മോഹൻ കുന്നുമേൽ റഷ്യയ്ക്ക് പോയതിനെ തുടർന്ന് ഡോക്ടർ സിസ തോമസിന് അധിക ചുമതല നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഡോക്ടർ സിസ തോമസ് ഉൾപ്പെടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നപ്പോൾ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയതായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അറിയിച്ചു. എന്നാൽ അജണ്ടയിൽ ഇല്ലാത്ത കാര്യം ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് കാട്ടി യോഗം താൻ പിരിച്ചുവിട്ടിരുന്നുവെന്നും സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ലെന്നുമാണ് VC ഡോക്ടർ സിസ തോമസ് പറയുന്നത്. തുടർന്ന് രജിസ്ട്രാറുടെ ചുമതല ഡോക്ടർ മിനി കാപ്പന് നൽകിയതായും VC അറിയിച്ചിരുന്നു. എന്നാൽ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടാതിരുന്ന സാഹചര്യത്തിൽ രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാർ തിരികെ ചുമതലയേറ്റു. ഇതോടെ സർവകലാശാലയിൽ 2 രജിസ്ട്രാർമാർ ഉള്ള അവസ്ഥയാണുള്ളത്. ഇതിനിടെയാണ് ഡോക്ടർ അനിൽകുമാർ സർവകലാശാല ക്യാമ്പസിൽ കയറരുതെന്നും ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ പാടില്ലെന്നും കാട്ടി VC ഡോക്ടർ സിസ തോമസ് മുന്നറിയിപ്പ് നൽകിയത്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനം ഗവർണർ റദ്ദാക്കുമെന്നും സൂചനയുണ്ട്. സസ്പെൻഷനിൽ തുടരുന്ന ഉദ്യോഗസ്ഥന് അവധി എന്തിന്? അവധി അപേക്ഷ നൽകി രജിസ്ട്രാർ നിരസിച്ച് VC. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ അവധിക്ക് അപേക്ഷ നൽകി. ആരോഗ്യപരമായ കാരണങ്ങളാൽ ജൂലൈ 9 മുതൽ കുറച്ചു ദിവസത്തേക്ക് അവധി വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദേശയാത്ര കഴിഞ്ഞ് ചുമതലയേറ്റ VC ഡോക്ടർ മോഹൻ കുന്നുമേലാണ് അപേക്ഷ മെയിലിൽ അയച്ചത്. തന്റെ അഭാവത്തിൽ രജിസ്ട്രാറുടെ ചുമതല പരീക്ഷാ കൺട്രോളർക്കോ കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർക്കോ നൽകണമെന്ന് അവധി അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സസ്പെൻഷനിൽ തുടരുന്ന ഉദ്യോഗസ്ഥന്റെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തിയെന്ന് രേഖപ്പെടുത്തി VC അപേക്ഷ നിരസിച്ചു. സസ്പെൻഷനിലുള്ള അനിൽകുമാർ സർവകലാശാല ക്യാമ്പസിൽ കയറി ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തരുതെന്ന് കാട്ടി VCയുടെ അധിക ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ സിസ തോമസ് നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രജിസ്ട്രാർ അവധിക്ക് അപേക്ഷ നൽകിയത്. രജിസ്ട്രാറുടെ ചുമതല ഡോക്ടർ മിനി കാപ്പന് നൽകിക്കൊണ്ടും ജോയിന്റ് രജിസ്ട്രാർമാരെ സ്ഥലം മാറ്റിക്കൊണ്ടുമുള്ള VCയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ കൂട്ടാക്കാതിരിക്കുകയും ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിന് കാരണക്കാരാവുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന.